നമസ്കാരം. പ്രധാന വാർത്തകൾ. मोटे तौर पर मैंने राष्ट्रपति जी को कहा है कि हमें 9 तारीख शाम को सुविधा रहेगी. മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞ മറ്റന്നാൾ വൈകിട്ട്. മന്ത്രിസ്ഥാനങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേഡർ വോട്ടുകൾ ചോർന്നെന്ന് CPM. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചെത്തിക്കുക എളുപ്പമല്ല. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഗീവർഗീസ് കോറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമെന്ന് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ്. പ്രസ്താവനയ്ക്കെതിരെ ഇടത് കേന്ദ്രങ്ങളിലും അമർഷം. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ FB പോസ്റ്റ്. തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി. K മുരളീധരന്റെ അനുയായിക്ക് മർദ്ദനം. നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം. തമ്മിലടിയെ പരിഹസിച്ച് പത്മജ വേണുഗോപാൽ. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. വനിതകൾ പങ്കെടുക്കേണ്ടെന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം. വിലക്കില്ലെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി. കണ്ണൂർ മയിലിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. അപകടം മീൻ പിടിക്കുന്നതിനിടെ കരയിടിഞ്ഞ് പുഴയിൽ വീണ്. സംസ്ഥാനത്ത് മഴ കനക്കും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വാർത്തയിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേഡർ വോട്ടുകൾ ചോർന്നെന്ന് CPM വിലയിരുത്തൽ. കോൺഗ്രസിലേക്കും BJPയിലേക്കും വോട്ടുകൾ ചോർന്നു. BJPയിലേക്ക് വോട്ട് ചോർന്നത് ഏറെ ഗൌരവതരം. BJPയിലേക്ക് പോകുന്നത് തിരിച്ചെത്തിക്കുക എളുപ്പമല്ല എന്നും വിലയിരുത്തൽ. വിമർശനവും സ്വയം വിമർശനവും വേണം. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയെ CPM എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന്റെ കാര്യകാരണങ്ങൾ എങ്ങനെയാണ് നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായത്. വലിയ തിരിച്ചടി തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്ന ഈ യോഗത്തിൽ ചർച്ചകൾ വന്നു. വിമർശനവും സ്വയവിമർശനവും വേണം. അത് വിലക്കുന്നത് ശരിയായ നിലപാടല്ല, നടപടിയല്ല എന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു വന്നു. എതിരഭിപ്രായങ്ങളോട് അസഹിഷ്ണുത പാടില്ല, വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കരുത് എന്ന അഭിപ്രായം യോഗത്തിലുണ്ടായി. അങ്ങനെ ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ആത്മവിമർശനവും തിരുത്തലും വേണമെന്നായിരുന്നു സെക്രട്ടേറിയറ്റ് ഉയർന്ന പൊതു അഭിപ്രായം. കേഡർ വോട്ടുകൾ ചോർന്നു എന്ന വിലയിരുത്തലും ചില നേതാക്കൾ നടത്തി. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. വോട്ട് കൂടുതൽ പോയത് കോൺഗ്രസിലേക്കാണ്. BJPയിലേക്ക് വോട്ട് പോയി. ഇത് ഗൗരവത്തോടെ കാണണം. BJPയിലേക്ക് വോട്ട് പോയത് ഗൗരവത്തോടെ കാണണം. കോൺഗ്രസിലേക്ക് വോട്ട് പോയാൽ അത് തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചയിൽ ഇടപെട്ട് പറഞ്ഞു. പക്ഷേ BJPയിലേക്ക് പോയാൽ അത് ആ രീതിയിൽ കൊണ്ടുവരിക എളുപ്പമല്ല. അതുകൊണ്ട് അത് അപകടകരമാണ്. അത് തിരിച്ചറിയണം. അതിന് വേഗത്തിൽ തിരുത്തൽ വേണമെന്നും അഭിപ്രായമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും വിമർശനം ഉയർന്നു. സർക്കാരിനെതിരെ യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, ജനങ്ങളെ വിശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. അതിന് വേണ്ട തിരുത്തൽ നടപടികളും സെക്രട്ടേറിയറ്റ് യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് കോറിലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വിവാദം പുകയുന്നു. വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാക്കളും പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്കും
സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുന്നു. പ്രസ്താവനയ്ക്കെതിരെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു രംഗത്തെത്തി. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ശശി, വിമർശനങ്ങളോട് അസഹിഷ്ണുത പാടില്ല എന്നതാണ് CPM നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതുതന്നെയാണ് കാരണം. ഗീവർഗീസ് കുര്ലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിവാദ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വിവിധ ക്രൈസ്തവ സഭാ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തിരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാക്കളും ഇതിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. CPMന്റെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇങ്ങനെ എഴുതി: വിമർശകർ എല്ലാം ശത്രുക്കളല്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളാണ് കുര്ലോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. അതാണ് മുഖ്യമന്ത്രി പരാമർശമുള്ളത്. പക്ഷേ അത് ഒരു പുരോഹിതനെ സംബന്ധിച്ച് വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ വളരെ അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ആണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇതിനെതിരെ ഒരു പരസ്യ പ്രതികരണം, അതായത് ഫേസ്ബുക്ക് അതുപോലെ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു തന്നെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇതിലൊരു പ്രതിഫലനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരാമർശം വളരെ മോശമായി പോയി എന്നാണ് ക്രൈസ്തവ സഭാംഗങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഭാഗപ്പെട്ട സാധാരണപ്പെട്ട ആളുകളും പ്രതികരിക്കുന്നത്. രേണുക, ശരി. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ നേരത്തെ കേരള കൌൺസിൽ ഓഫ് ചർച്ചസും രംഗത്തെത്തി. പണ്ട് നികൃഷ്ട ജീവി എന്ന് ഒരു പുരോഹിതനെ വിളിച്ചയാൾ ഇന്ന് വിവരദോഷി എന്ന മറ്റൊരു പുരോഹിതനെ വിളിക്കുന്നയാളുടെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ചക്രവർത്തി നഗ്നനാണെങ്കിൽ അത് വിളിച്ചു പറയുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണെന്നും കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ചൂണ്ടിക്കാട്ടുന്നു. CPMനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ CPM ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്ന് വിലയിരുത്തുന്നു. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. മോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. മോദിയെ സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചു. പുതിയ കാലഘട്ടത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. सभी एनडीए के साथियों ने राष्ट्रपति जी को इसकी जानकारी दी और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम करने एक नियुक्ति दी है और मुझे शपथ समारोह के लिए और मंत्रिपरिषद के सदस्यों के सूची के लिए उन्होंने सूचित किया है
मोटे तौर पर मैंने राष्ट्रपति जी को कहा है कि हमें 9 तारीख शाम को सुविधा रहेगी। अब बाकी डिटेल तो राष्ट्रपति भवन वर्कआउट करेगा और हम तब तक मंत्रिपरिषद की सूची राष्ट्रपति जी को सुपुर्द करेंगे। उसके बाद शपथ समारोह होगा। NDAക്ക് സഖ്യകക്ഷികളുമായുള്ളത് ഉലയാത്ത ബന്ധമെന്ന് നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. കേരളത്തിലെ വിഷയം പരാമർശിച്ച മോദി ഗ്യാരണ്ടികൾ യാഥാർത്ഥ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരിച്ചു. केरल हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं। यूडीएफ हो या एलडीएफ हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है। നരേന്ദ്രമോദി 3ാം വട്ടവും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം ന്യൂസ് 18 കേരളം മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഒഴിവ് വരുന്ന മുറയ്ക്ക് കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകാൻ ആലോചന. സംഘടനാ തലത്തിലും മാറ്റമുണ്ടാകും. വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് മാറുമ്പോൾ ശോഭാ സുരേന്ദ്രനും നിർണായക പദവി നൽകും. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. മിന്നും പ്രകടനത്തിലൂടെ തൃശൂരിൽ BJPയുടെ അക്കൌണ്ട് തുറക്കാൻ കാരണക്കാരനായ സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം നൽകിയേക്കുമെന്ന നിർണായകമായ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നത്. അതിന് മുന്നോടിയായാണ് സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായും ചേർന്ന് ഡൽഹിയിൽ ചർച്ചകൾക്ക് വേണ്ടി വിളിപ്പിച്ചത് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതിനൊപ്പമാണ് ആറ്റിങ്ങലിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായകമായൊരു പദവിയിലേക്ക് ഉയർത്തുകയാണ് എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നത്. അതോടൊപ്പമാണ് ആലപ്പുഴയിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനും സംഘടനാ തലത്തിൽ നിർണായകമായ പദവിയിലേക്ക് ഉയരുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതോടൊപ്പം സംസ്ഥാനത്ത് തുടർച്ചയായി BJPയുടെ മികച്ച പ്രകടനത്തിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒഴിവ് വരുന്ന മുറയ്ക്ക് രാജ്യസഭാ MP സ്ഥാനം കൂടി നൽകിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ സംഘടനാ തലത്തിൽ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലുള്ള അധ്യക്ഷനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ സംസ്ഥാനത്ത് BJP നേതൃത്വം ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് ഓഫർ നൽകി BJP. രാജ്യസഭാ MP സ്ഥാനവും കേന്ദ്രമന്ത്രി പദവിയുമാണ് വാഗ്ദാനം. ഉപാധികളിൽ പ്രാഥമിക ചർച്ചകൾ നടന്നതായാണ് വിവരം. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ജോസ് കെ മാണി എത്തുമെന്ന പ്രതീക്ഷയിലാണ് BJP. ജോസ് കെ മാണി വന്നാൽ മധ്യകേരളത്തിൽ പല നിയമസഭാ സീറ്റുകളും പിടിച്ചെടുക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കയ്യാങ്കളി. DCC സെക്രട്ടറി സജി കുര്യച്ചിറയെ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തതായി പരാതി ഉയർന്നു. നേതാക്കളും പ്രവർത്തകരും ഇരുവിഭാഗങ്ങളായി തമ്മിലടിച്ചതോടെ 1 മണിക്കൂറിലേറെ സമയമാണ് പാർട്ടി ഓഫീസിൽ സംഘർഷം നടന്നത്. മൂന്ന് ദിവസമായി DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ പ്രതിഷേധങ്ങളാണ് സംഘർഷത്തിന് കാരണം. മുരളീധരൻ അനുകൂലിയായ കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷുമായി DCC പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടായി. ഇതിൽ ഇടപെട്ടപ്പോൾ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തെന്നാണ് സജീവന്റെ പരാതി. ഞങ്ങൾ 2 DC സെക്രട്ടറിമാർ ഇവിടെ നിന്ന് അപ്പോൾ DC പ്രസിഡന്റ് വന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു, ഞങ്ങളായിട്ട് സംസാരിച്ചു, ആള് മുകളിൽ കയറിപ്പോയി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുക. ഞങ്ങൾ 2 ആളും പിന്നെ സുരേഷ് എന്ന് പറഞ്ഞൊരു പ്രവർത്തകനുണ്ട്.
ആദ്യം വന്ന് അവനെ പിടിച്ച് തള്ളലും ബഹളാക്കി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാണിക്കണേ, നിങ്ങൾ DC പ്രസിഡൻ്റല്ലോ, അടാ നീ ഉണ്ടതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ എന്നെ പിടിച്ച് കഴുത്തിനെ പിടിച്ച് തള്ളി. അങ്ങനെ ഇവർ 10-20 ആളും ജോസ് വള്ളൂരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സജീവൻ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നാലെ കെ മുരളീധരൻ അനുകൂലികൾ DCC ഓഫീസിലേക്ക് സംഘടിച്ചെത്തി. തുടർന്ന് ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി. കൂടുതൽ പ്രവർത്തകരും നേതാക്കളും DCC ഓഫീസിലേക്കെത്തി. ഇരുവിഭാഗത്തെയും പിന്തുണച്ച് പലരും നിലയുറപ്പിച്ചതോടെ തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. KPCC നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുതിർന്ന നേതാവ് PA മാധവൻ ഓഫീസിലെത്തി. പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് ഈ പാർട്ടിയിലുള്ള ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും, ഭാരവാഹിത്വമുള്ളവർക്കും ഭാരവാഹിത്വമില്ലാത്തവർക്കും അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഒക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ പൊക്കൂടാ എന്ന് വളരെ വേദനയോടുകൂടിയുള്ള അഭിപ്രായമുണ്ട്. അതിനനുകൂലമായ അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കും. സമവായ ചർച്ചകൾക്ക് ശേഷം സജീവൻ കുരിച്ചിറയെ ആശുപത്രിയിലേക്ക് മാറ്റി. സജീവനും കെ മുരളീധരൻ അനുകൂലികളും ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂരോ മറ്റു നേതാക്കളോ തയ്യാറായില്ല. ന്യൂസ് സിറ്റി തൃശൂർ. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. പാനൂരിലെ ആഘോഷങ്ങളിൽ വനിതകൾ പങ്കെടുക്കേണ്ടെന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിന്റേതാണ് ശബ്ദ സന്ദേശം. മതപരമായ നിഷ്കർഷയ്ക്ക് ഭംഗം വരുന്ന ആഘോഷം വേണ്ട. റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുതെന്നും അഭിവാദ്യം ചെയ്താൽ മാത്രം മതിയെന്നും സന്ദേശത്തിൽ പറയുന്നു. അതേസമയം റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്കില്ല എന്ന് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് പിന്നീട് വിശദീകരിച്ചു. വനിതാ ലീഗിന്റെ പ്രവർത്തകർ മതപരമായ നിഷ്കർഷത പുലർത്തുന്നു എന്നതിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ, നമ്മുടെ നേതാവിനെ, നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ, അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും. ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമുർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ MPക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. പക്ഷേ ഏത് പരിപാടിയിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ കൃത്യമായ മതബോധത്തെ സൂക്ഷിക്കേണ്ടവരാണെന്ന ബോധ്യത്തോടുകൂടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സൂചിപ്പിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് പാർട്ടി തീരുമാനമെന്ന നിലയിൽ, പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാക്ഷേപം വരുന്ന രീതിയിലുള്ള ആക്ഷേപം എന്ന നിലയിൽ മാത്രമല്ല, നമുക്കത് ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ അടുക്കും ചിട്ടയും പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള പരിപാടികളിൽ മാത്രമേ നമുക്ക് പങ്കെടുക്കാനോ നിർവാഹമുള്ളൂ. ഇത്തരം കാര്യത്തെ മാത്രമേ പാർട്ടിക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ അംഗീകരിക്കാനും അതിന് ആഘോഷിക്കാനുള്ള നിങ്ങളുടെ അവസരങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടേതായ പരിധിയും പരിമിതിയും കണക്കിലെടുത്തുകൊണ്ട് ഈ പരിപാടികൾ നിങ്ങളുടെ പങ്കാളിത്തമുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നിർദ്ദേശിച്ച രീതിയിലല്ലാത്ത മറ്റൊരു പരിപാടിയിലേക്കും നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വനിതകളിലൊക്കെ കാണിക്കുന്ന ആവേശം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന രീതിയിലുള്ള അതേ രീതിയിലുള്ള ഒരിടപെടൽ നമുക്ക് അഭികാമ്യമല്ല എന്നതുകൊണ്ട് അത് സൂക്ഷിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഇടതുമുന്നണിയിലെ ചർച്ചകൾ നാളെ ആരംഭിക്കും. CPM CPI ഉഭയകക്ഷി ചർച്ച നടക്കും. നാളെ രാവിലെ 9:30 AKG സെന്ററിലാണ് ചർച്ച. 2 ദിവസം കൊണ്ട് സീറ്റ് വിഭജനത്തിൽ ധാരണയുണ്ടാക്കാനാണ് നീക്കം. സീറ്റ് ധാരണയുണ്ടാക്കാനായി മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും CPI സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തി.
കേരള കോൺഗ്രസുമായും സീറ്റ് ആവശ്യം ഉന്നയിച്ച മറ്റ് കക്ഷികളുമായും CPM ചർച്ച നടത്തും. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിൽ സീറ്റ് വിഭജനം പ്രഖ്യാപിക്കും. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 17 തിങ്കളാഴ്ച. ഇന്ന് ദുൽഖ അദ 30 പൂർത്തിയാക്കി നാളെ ദുൽഹിജ്ജ 1 ആയിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 17-നായിരിക്കുമെന്ന് ഹിലാൽ കമ്മിറ്റി ചെയർമാൻ M. മുഹമ്മദ് മദനി അറിയിച്ചു. ഒരിടവേള കൂടി. ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി